എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ്cherrypicks. നമുക്കിന്ന് പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണാം. ഒരു പ്രഥമൻ എന്നൊക്കെ പറയാം. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തേങ്ങാപ്പാലിലും തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഉണക്കലരി വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഉണക്കലരി അല്ലെങ്കിൽ പായസം റൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ആദ്യം നമുക്കൊന്ന് കഴുകി കൊണ്ടുവരാം. ഒരു 15 മിനിറ്റ് കുതിർക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. കുതിർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം കഴുകി നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളം പോകാനായിട്ട് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിന്നിവിടെ 4.5 കപ്പ് വെള്ളത്തിലാണിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം തേങ്ങാപ്പാലിൻ്റെ 3-ാം പാൽ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീരയിൽ പിന്നെയും വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്ന ലൂസായിട്ടുള്ള പാലാണ് 3-ാം പാല്. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ അരി നല്ലപോലെ ഒന്ന് വേവണം. അതവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 2 കപ്പ് ശർക്കര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പിലും കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ മെൽറ്റായി വരും. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ചോറ് വേവുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചോറ് നല്ല വെന്ത് സോഫ്റ്റ് ആവുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. അതിന് മുന്നേ ആയിട്ട് വെള്ളം വറ്റിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചോറ് നല്ല സോഫ്റ്റായി വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി അരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് കുറേ നേരം ഇളക്കിയെടുക്കണം. നമ്മുടെ ചോറിലേക്ക് ഈ മധുരമെല്ലാം പിടിച്ച് കിട്ടണം. വിളയിച്ചെടുക്കുക എന്ന് പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ചോറ് നല്ല സോഫ്റ്റായതിന് ശേഷം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുക. കാരണം ശർക്കര ചേർത്ത് കൊടുത്താൽ പിന്നീട് ഇത് വേവില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് നല്ല സോഫ്റ്റായെന്ന് ഉറപ്പ് വരുത്തുക. ശർക്കര ചേർത്ത് വിളയിച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. റെക്കോർഡിംഗ് ആവാത്തതുകൊണ്ടിട്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി വരുമ്പോഴത്തേക്കും നല്ല കുറുകി ശർക്കരയിൽ വെള്ളമൊക്കെ പറ്റി ചോറിന് നല്ല മധുരമൊക്കെ ആയിട്ടുണ്ടാവും. ചോറിന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കപ്പ് പശുവും പാല് തിളപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാല്. അതല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഞാനിവിടെ പകുതി പശുവും പാലും പകുതി തേങ്ങാപ്പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ തേങ്ങാപ്പാൽ ചേർക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷവും നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ നോക്കുക. അപ്പോൾ ഇത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ക്രീം മിൽക്കോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. ഈ സമയത്ത് തന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പൊടിച്ച് ചേർക്കാം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അരിപ്പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല കൊഴുപ്പുള്ള അരി വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ അരി നല്ലപോലെ വേവണം. വെന്ത് ആ ഒരു ഉടയുന്ന പരുവത്തിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ പായസം ഇരിക്കുന്നത്. നല്ലൊരു കളറാണ് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, എങ്കിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.